ഞങ്ങൾ നിന്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ആ, നീ അന്തം പിടിക്കൊന്നും വേണ്ട. പെണ്ണ് എന്റെ മോള് തന്നെ, പാലമ്മ. അതൊക്കെ വലിയവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ? ആ, അതാണ് ഗുരുത്വം. എന്നാ പിന്നെ അമ്മയും മോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ പോണു. ഇവന്റെ ചിറ്റപ്പനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അത് മതി. പിന്നെ ഒരു കാര്യം, എന്റെ മകളെ കിട്ടുന്നവന് 15 പവന്റെ ഉരുപ്പിടിയും 3 ഏക്കർ പുരയിടവും കൊടുക്കും. അത് ഞങ്ങൾക്കറിയാം. ആ, പറയുമ്പം പൊങ്ങച്ചം പറയുന്നതാണെന്ന് നിനക്കരുത്. ഇത്രയും വലിയൊരു സ്ത്രീധന തുക ഈ നാട്ടിൽ ആരും കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല, അല്ലേ? എപ്പം പോട്ടെ. നീ എന്ത് പറയുന്നടാ? ഈ കല്യാണം വേണ്ടമ്മേ. ആ പെണ്ണിന് എന്താ ഒരു കുറ്റം? കുറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. അന്ന് കരിപ്പെട്ടിക്ക് വില കുറച്ചതുകൊണ്ട് കമലത്തിന് എന്നോട് പിണക്കമാണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എനിക്കത് ചെയ്യാനും. കമലത്തിന് ഇന്നുള്ള വിലയേക്കാൾ കൂടുതൽ 2 രൂപ ഞാൻ തന്നേക്കാം. എനിക്ക് മാത്രം അങ്ങനെ ഔദാര്യം വേണ്ട. അത് കമലത്തിന്റെ ഇഷ്ടം. എന്നാ എന്റെ ഇഷ്ടം. അയ്യോ, മുള്ളുകൊണ്ട് മുറിഞ്ഞല്ലോ. ഞാനത് തുടച്ചു തരാമായിരുന്നു. പക്ഷെ കമലത്തിന് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കമലത്തിനെ എനിക്ക് കെട്ടിച്ചേരാം. ഞാൻ നിന്റെ അപ്പൻ്റെ അടുത്ത് ഇന്ന് പറയാൻ പോകും. കമലം നമ്മുടെ ജാതിക്കാരിൽ മാസശമ്പളം വാങ്ങിക്കുന്ന ഒരേ ഒരാള് ഞാനാണ്. നീ ഒന്ന് സമ്മതിച്ചാൽ മതി. കമലം നിന്നെ രാജകുമാരിയാ. ഒരു കാശും സ്ത്രീധനം വേണ്ടെന്നാ ബാലയും പറയും. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പാലയന്റെ സ്വഭാവം അത്ര നല്ലതല്ല. ചെറുപ്പമല്ലേ, അങ്ങനെ വല്ല നമുക്ക് കാണും. ഈ സംബന്ധം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അവനിപ്പോ കാളിപ്പലയെ വെച്ചോണ്ടിരിക്കുക. ഓ, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവളെങ്കിലും പട്ടിണിയില്ലാത്ത ഒരു വീട്ടിൽ ചെല്ലും. പട്ടണത്ത് വാങ്ങിച്ചാ? വാങ്ങിച്ചിട്ട് 2 കൊല്ലമായി. അല്പം തകരാറ്, നന്നാക്കാൻ കൊടുത്തതാ. ചന്തയിൽ വലിയ തിരക്കായിരിക്കും. നീ പെണ്ണുകെട്ടാൻ പോയാണല്ലേ? ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. പാവങ്ങൾ. അങ്ങനെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കുന്നത് കരുതി. നീ ഏതോ ഒരു കാളിപ്പലിച്ചയ്ക്ക് ചിലവിനോട് വെച്ചോണ്ടിരിക്കല്ലയോ? അത് കീപ്പ്, ഇത് വൈഫ്. മനസ്സിലായില്ല? കാളിയൊരു സ്റ്റെപ്പിനി. മനസ്സിലായി. നിനക്ക് മനസ്സിലാവും, പക്ഷെ ഇവിടുത്തെ പല പനകേറികൾക്ക് അത് മനസ്സിലാവും. എനിക്ക് കണ്ടമാനം പണമുണ്ട്. എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ അതുകൊണ്ട് എന്റെ കീപ്പായിട്ട് നിർത്തും. നീ വെക്കുവല്ലേടാ? കമല എന്റെ പെണ്ണാണ്. അവളെ മുത്തം മാത്രമേ കെട്ടൂ. എതിർത്താൽ എതിർപ്പില്ല. അയ്യോ, കാല് വിടില്ല. അയ്യോ, 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 ഓടി.
ഒരേറെപ്പണി വന്നതല്ല രക്ഷിക്ക്. അയ്യോ 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 നോക്കുണ്ടായിട്ടെന്ത് കാര്യം? അതെടുക്കാനുള്ള സമയം വേണ്ടേ? അതെടുത്തിട്ടും കാര്യമുണ്ടോ? തല്ലി ഏത് ജാതിയാണ്? അയ്യോ അയ്യോ പന പിടിക്കുന്ന കൈയല്ലേ? അയ്യോ 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 എന്ത് നല്ലാണ് തല്ലിയത്. അയ്യോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടിയല്ലോ. ഓ അത് കേട്ടപ്പോഴേക്കും കവളങ്ങ് ചുമന്നു വരുന്നു. നീ പൊടി, എനിക്ക് അവളെ ഭയങ്കര പേടിയാണ്. അതെന്താ? അത് അര വരുന്ന നോക്കി. ഇനി ഞാനിവിടെ നിന്നാൽ നീ എന്നെ ശപിക്കും. ഞാൻ പോന്നു.